ഹലോ, പെന്നി സ്റ്റോക്ക് നോക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പെന്നി സ്റ്റോക്ക് നോക്കാം. അതാണ് വികാസ് എക്കോടെക്. ഇതൊരു ഫീൽഡിലുള്ള ഒരു സ്റ്റോക്കാണ്. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ഒരു 170 to 200 കോടിയാണ്. 212 കോടിയാണ് ഗ്രോയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 200 കോടിയാണ്. 0.09 ആണ് ഡെപ്റ്റ് ഇക്വിറ്റി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് വരുന്നൊരു കാര്യം. പിന്നെ PB റേഷ്യോ 0.49 ആണ്. അതുകൊണ്ട് തന്നെ ഒരു ചീപ്പർ വാല്യൂഷൻ തന്നെ പറയാവുന്ന ഒരു ലെവലിലുള്ള സ്റ്റോക്കാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ കെമിക്കൽ സെക്ടറാണ്. അപ്പോൾ അതൊരു ഫ്യൂച്ചർ വാല്യുവേഷൻ വരാനുള്ള ഫ്യൂച്ചർ ഡിമാൻഡ് കൂടാൻ ചാൻസ് ഉള്ളൊരു സെക്ടർ തന്നെയാണ്. പിന്നെ നമ്മൾ നെഗറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് വരുന്നത് 10% മാത്രമാണ്. റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലാണ് ബാക്കി 90% ഉള്ളത്. അതൊരു വലിയ നെഗറ്റീവ് തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇത് നെഗറ്റീവിൽ തന്നെയാണ് ഉള്ളത്. ROE വാല്യൂ നോക്കുന്ന സമയത്ത് ROE വാല്യൂ 1.98 ആണുള്ളത്. ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സിനെയാണ് കാണിക്കുന്നത്. ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്റ്റോക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ലാസ്റ്റ് 1 ഇയറിൽ തന്നെ ഒരു 50% ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ 6 മന്ത് നോക്കുകയാണെങ്കിൽ അതും നിയർലി 50% തന്നെയാണ് ഇടിഞ്ഞിട്ടുള്ളത്. 3 മന്ത് നോക്കുന്ന സമയത്തും ഏകദേശം അത്രയും തന്നെ 40% തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. 1 മന്തിൽ മാത്രം 30% ഇടിഞ്ഞിട്ടുണ്ട്. ഹൈലി റിസ്കി ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലെവലിലാണ് ഓക്കെ ആയിട്ട് തോന്നുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാമല്ലോ.